ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമില്ല എല്ലാവർക്കും? കുറേ നാളായില്ലേ നമ്മൾ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിട്ടാന്ന് വെച്ചാൽ നമ്മൾ സൺഡേ പുറത്ത് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗാണിത്. നമ്മൾ പോയി നോക്കുന്നത് അൽ റഫീസ ഡാമിലേക്ക്. ആ ഡാമിലേക്കാണ് പോയി നോക്കുന്നത്. ആ ഡാം വരുന്നത് ഈ കൊർഫക്കാൻ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ആ കറണ്ട് ലൊക്കേഷൻ കിട്ടും. പക്ഷെ ഞാൻ പറയുന്നു, ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടേക്ക് വരാം. കാരണം ദുബായിലുള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ കാരണം നല്ല രസം ഇവിടെ കാണാൻ. നമ്മൾ മലകൾ നിങ്ങൾക്ക് കാണാം. പിന്നെയെന്ന് പറയുമ്പോൾ ചെടികൾ. അത് കൂടാതെ വേറൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. അതെന്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിയത്. പിന്നെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ സ്പെഷ്യൽ കാര്യം. ഈ കുളം ഉണ്ടല്ലോ, ഇത് കുളമൊന്നുമല്ല, ഒരു ഡാമാണിത്. ഈ ഡാമിൽ മീൻ, എണ്ണാൻ പറ്റാത്തോളം മീനാണ്. നിറച്ച് മീൻ, ചെറിയ മീനും വലിയ മീൻ വരെ ഉണ്ട് കേട്ടോ. വലിയ മീൻ വരെ ഉണ്ട്, ഞാൻ കണ്ടതാ. അപ്പം അവിടെ ഉണ്ട് ഒരു സൈഡിൽ ഒരു കുഞ്ഞു കല്ലുണ്ട്, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത്. ഇതിലുണ്ട് നിറച്ച് മീനാണ് കണ്ടോ. നിറച്ച് മീൻ പറയുമ്പോൾ നിറച്ച് മീൻ, വലിയ മീനുകളും ചെറിയ മീനുകളും. നമുക്കതെങ്ങനെയാണ് അവർ കാലിട്ടിരിക്കാനൊക്കെ സമ്മതിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ താറാവുകൾ എടുക്കുന്നുണ്ട്, കുറേ താറാവുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ. ബോട്ടിങ് ചെയ്യുന്നവർക്ക് ബോട്ടിങ് ചെയ്യും. നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര നേരം ഉണ്ടായിരുന്നില്ല. അതാണ് കാരണം. നമ്മൾ നേരം ഉണ്ടായിരുന്നില്ല. ഇനി വീണ്ടും ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരണം എന്തായാലും. നിറച്ച് മീനാണ്. ലൊക്കേഷൻ വരുന്നത് അൽ റഫീസ ഡാമാണ്. ഡാമിൻ്റെ പേരിട്ടാ. ലൊക്കേഷൻ കൃത്യമായിട്ട് എനിക്ക് അങ്ങോട്ട് അറിയില്ല, ഗൂഗിളിൽ നോക്കി കൃത്യമായിട്ട് അറിയാം കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഒരു സൈഡിലൊരു കള്ളക്കോഴിയല്ല, കള്ളത്താറാവ് അനങ്ങാണ്ട് എന്നിട്ട് മീനിനെ പിടിക്കുക. കാരണം നിറച്ച് മീനാണ്. പിന്നെ ഉണ്ടല്ലോ, ഈ വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോൾ മീനൊക്കെ ഇങ്ങനെ കൊത്തും. നല്ല എക്സ്പീരിയൻസ് അത്. ഞാൻ ഈ എക്സ്പീരിയൻസ് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ മീൻ കൊത്തൽ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലകളാണ്, ചുറ്റും മലകൾ. നമ്മൾ വണ്ടിയിൽ വരുന്നതുണ്ടല്ലോ, അതും ആ വരുന്ന വ്യൂ വരെ ഫുൾ മലകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മലകളുടെ വീഡിയോ. അത് ഇങ്ങോട്ട് വരാനുള്ള വഴിയായിരുന്നു. നല്ല അടിപൊളി മലയും തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കാണുന്നവർക്ക് പോയി കാണാം, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.